പുതിയതൊക്കെ വാങ്ങിക്കണ്ടേ? തലയിലേക്ക് മുല്ലപ്പൂ വാങ്ങിക്കാം, പൂ വാങ്ങിക്കാം. പൂവ് ചേച്ചി ഒരു വർഷം ടിഷ്യൂ തരാമോ? ടിഷ്യൂ വേണ്ട. ജോർച്ചേട്ടാ ടിഷ്യൂ പേപ്പർ ഒന്ന് എടുത്ത് കൊടുക്കാമോ? ടിഷ്യൂ എങ്ങനെ നോക്കട്ടെ ചേച്ചി, ചേച്ചി മോളെ നോക്കട്ടെ. അവിടെ നോക്കി, കണ്ണാടി നോക്കി. ആ കണ്ണാടി കാണുന്നില്ല. കണ്ണാടി എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. ഇത് പിറന്നാളിനൊന്നും ഇടാൻ പറ്റില്ല. എന്റെ മോക്കാലും ഞാൻ താങ്ക് യു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ ആര്യ പാർവതി ഒഫീഷ്യൽ. സോ തുടക്കത്തിലെ നിങ്ങൾ തമ്പനയിലും ക്യാപ്ഷനിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഐ മീൻ പാലുവിൻ്റെ 2ാം വയസ്സ് പിറന്നാൾ ആണ് ഇന്ന്. എത്ര പെട്ടെന്നാണ് കാലം വേഗം പോയതല്ലേ. സോ അവളുടെ 2 വയസ്സ് പിറന്നാളാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ്. ഒരുക്കം ഒന്നുമില്ല, കുഞ്ഞിനായതുകൊണ്ടൊരു ഡ്രസ്സ് വാങ്ങിക്കണം. 2ാമത്തെ പിറന്നാൾ വളരെ ലളിതമായി നടത്തണം എന്നാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാവുക. അങ്ങനെയൊക്കെ പിറന്നാളുകൾ ആഘോഷിക്കാൻ ഭയങ്കര ആർഭാടം കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരല്ല നമ്മൾ. പിന്നെ 1 വയസ്സ് പിറന്നാൾ നമ്മൾ വൈകിയുണ്ടായ വാവയാണ്, എല്ലാവർക്കും കാണാൻ കൗതുകം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മളൊരു നല്ലൊരു ഫംഗ്ഷനായിട്ട് നമ്മൾ നടത്തിയത്. 2ാമത്തെ പിറന്നാൾ നമുക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, നമുക്കൊരു വൃദ്ധസദനത്തിലോ അനാഥാലയത്തിലോ തന്നെ പാലുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കണം എന്ന്. ആക്ച്വലി നമുക്കിതൊരു വീഡിയോ ആയിട്ട് എടുക്കാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ പോയി അവിടെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും നമ്മുടെ ഈ വീഡിയോ വെച്ച് ട്രസ്റ്റിന് എന്തെങ്കിലും സഹായം ആവുക, ഐ വിൽ ബി വെരി ഹാപ്പി. സോ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളവിടെ പാലുവിനൊരു നല്ല ഓർമ്മയായിട്ട് ഇതിവിടെ കിടക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഭാവിയിൽ അവൾക്കും ഇതുപോലെ ആൾക്കാരെയൊക്കെ സഹായിക്കണം, അല്ലെങ്കിൽ അവരെ ഒന്ന് പോയി കാണണം, അവരെ സന്തോഷിപ്പിക്കണം എന്ന് അവൾക്കും തോന്നണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നാളാണ് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആര്യ പാർവതി ഒഫീഷ്യൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ചടപടേ എന്ന് പറയാം. ഇന്ന് എന്താണെന്നുള്ള പ്രത്യേകത? എന്താ പിറന്നാളാന്ന് പറ. പിറന്നാള് ചേച്ചി നേരത്തെ പറഞ്ഞത് ഉത്രാടം പാലുവിൻ്റെ നാളാണ് ഇന്ന്. അപ്പോൾ ഇന്ന് പാലിൻ്റെ നാളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സർപ്രൈസ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകണം. ഇപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോവാണ്. ഞാനും അമ്മമ്മയും കൂടെ വൈക്കത്തുനിന്ന് വന്നതാട്ടോ. ഞാൻ അമ്മയുടെ അടുത്ത് തരുന്നില്ല. അപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് അമ്മമ്മ ഇവിടെ നിൽപ്പുണ്ട്. അമ്മ ഒരു ഹായ് പറ. ഹായ്. അപ്പോൾ നമ്മളെന്തായാലും ധൃതിയായി. അമ്മയ്ക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല. അപ്പോൾ അമ്മ ഇവിടെ റെഡിയായി നിൽക്കും. അപ്പോൾ ഞാനും അമ്മമ്മയും അച്ഛനും കൂടെ അമ്പലത്തിൽ തൊഴുതിട്ട് നമ്മൾ തിരിച്ചിവിടെ വന്ന് അമ്മയും കൂടെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അതെല്ലാം നമുക്ക് സർപ്രൈസ് ആയിട്ട് കാണാം അല്ലേ. മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചത്, ഇതൊന്നും ഇനി ഇവൾക്ക് വെക്കാൻ പറ്റില്ല അല്ലേ പാലു? എന്തോ ചെയ്യും? എവിടെ വെക്കാനാ? പോകുമ്പോൾ വെക്കാം. അവിടെ തിരിച്ച് വന്നിട്ട് നമ്മൾ റെഡി ആകുമ്പോൾ വെക്കാം. ഓക്കെ, പോവാം. എന്താ പ്രത്യേകത? എന്താന്ന് പൊഞ്ചിരിച്ച് കാണിച്ചച്ഛന്. ഇതൊക്കെ എങ്ങനെ അറിയാതെ കാണുന്നല്ലേ. രാവിലെ പാല് വന്നിട്ട് അമ്മ പ്രാർത്ഥിക്കൂലോ സൂര്യനെ നോക്കിയിട്ട്. അപ്പൊ അത് കണ്ടിട്ട് വേറെ ഒന്നുമില്ല അവിടെ. ടാറ്റ. ഓക്കെ, ഇറങ്ങിക്കോ.
ഓർമ്മിപ്പിക്കില്ലേ? പാലു ബൗ 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 ബൗ. അവിടെ പലരുടെ ഫ്രണ്ട്സ് ആണോ പലോ അത്? ഹായ് പറ. അതാണോടാ ഫ്രണ്ട്സ് ആണോ അത്? സൂപ്പർ. ഫോണില്ലേ ഇന്ന്? അപ്പോൾ ഇതാ പറഞ്ഞ പോലെ ഇന്ന് ആക്ച്വലി 18-ാം തീയതിയാണ് ബാലു ജനിച്ചത്. പക്ഷേ ഇന്ന് 25-ാം തീയതി ഉത്രാടം ബാലുവിൻ്റെ നാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ അമ്മമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. മേമയൊക്കെ വരേണ്ടതാണ് കേട്ടോ, അമ്മയുടെ ചേച്ചിയൊക്കെ. പക്ഷേ മേമയ്ക്കൊരു അസൗകര്യമായിട്ട് മേമയ്ക്കും വലിച്ചന് എത്താനായിട്ടായിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് അമ്പലത്തിൽ പോകാനാവില്ല. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് നമ്മൾ പൂർണ്ണത്രേശി അമ്പലം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അമ്മമ്മ കുറേ ആയി പോയിട്ട്, അമ്മമ്മ എപ്പോഴും അങ്ങനെ വരാറൊന്നുമില്ല. അപ്പോൾ അമ്മമ്മയും കൂടെ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, പൂർണ്ണത്രേശി അമ്പലത്തിലേക്ക് രാവിലെ ഇറങ്ങി. ഈ അമ്മമ്മയ്ക്ക് നമ്മൾ ഓണത്തിന് വാങ്ങിക്കൊടുത്ത സെറ്റ് മുണ്ടാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നീല കളർ റോയൽ ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അമ്മമ്മയും കുറേ നാളായി പൂർണ്ണത്രേശി അമ്പലത്തിൽ പോയിട്ടെന്ന് പറയുക. അപ്പം പാലുവിന് ജലദോഷമാണ്. അപ്പോൾ അമ്മമ്മ കർച്ചീഫും കൂടെ അമ്മമ്മയുടെ കയ്യിൽ എടുത്തുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. ഒരു ഭയങ്കര രസമുള്ള അമ്പലമാണല്ലേ, എന്തൊക്കെ പറഞ്ഞാലും. എനിക്ക് ആക്ച്വലി എൻ്റെ പേഴ്സണലി എനിക്ക് ഒരു അമ്പലം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ഇരിക്കണം, നമുക്കൊരു 2-3 ദിവസം അടുപ്പിച്ച് പോയിരുന്നാലും ഭക്ഷണം പോലും ഇല്ലാണ്ട് പോയിരിക്കാൻ എനിക്കിഷ്ടം നമ്മുടെ വൈക്കത്തമ്പലം തന്നെയാണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അമ്പലം. അതെൻ്റെ നാടായതുകൊണ്ട് പറയല്ല, പക്ഷെ എനിക്ക് അവിടെ പോയിരിക്കുന്ന അത്ര സന്തോഷം വേറെ എങ്ങും കിട്ടില്ല. പക്ഷേ സന്ധ്യ സമയത്ത് പൂർണ്ണത്രേശി അമ്പലത്തിനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സന്ധ്യയ്ക്കൊക്കെ ചില സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വെറുതെ മേല് കഴുകിയിട്ട് ഇങ്ങോട്ട് പോരും. അങ്ങനെ ഇവിടെ വന്ന് നമ്മുടെ അതേ ഫ്രണ്ടിൽ അവരിയ്ക്കുന്നില്ലേ, അവിടെ ഇങ്ങനെ ഇരിക്കും കുറേ നേരം. പാല് വന്നതിന് ശേഷവും ഞാൻ തന്നെയൊക്കെ വരാറുണ്ട്. പാലുവിനെ അങ്ങനെ എൻ്റെ തന്നുവിടൊന്നുമില്ല അമ്മ. അപ്പം അങ്ങനെ ഇവിടെ എത്തി. നമ്മൾ അമ്പലത്തിനകത്ത് കയറി തൊഴാനായിട്ട് പോവുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് വരാനാവില്ല, പുറത്തായതുകൊണ്ട് അമ്മ വന്നിട്ടില്ല. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും മാത്രമാണ്. അച്ഛനാണ് കേട്ടോ വീഡിയോ എടുത്ത് തരണേ. അപ്പോൾ ഈ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറണു, തൊഴണു. പാലുവിന് ആ പട്ടുപാട് ആക്ച്വലി ഭയങ്കര ലൂസ്. എനിക്ക് ആക്ച്വലി പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല, ഒന്നും കിട്ടാഞ്ഞിട്ട് വാങ്ങിച്ചാട്ടോ. എനിക്കിഷ്ടമല്ല ഇങ്ങനെയൊന്നും. എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ഉള്ള സ്ലീവ്ലെസ് ഫ്രോക്ക് ഇടുന്നതും സ്ലീവ്ലെസ് പട്ടുപാടല്ലേ പഫിൻ്റെ പട്ടുപാടൊക്കെ ഇടുന്നത്, ഇതെനിക്ക് ആ ഡിസൈനൊന്നും ഒട്ടും ഇഷ്ടമായില്ല. പക്ഷേ ലാസ്റ്റ് മിനിറ്റിലൊന്നും കിട്ടാതെ വന്നപ്പം നമ്മളെടുത്തതാണ്. അപ്പോൾ പൂർണ്ണത്രേശിയിൽ ഇപ്പോൾ എന്തോ ഉത്സവം നടക്കുകയാണ്. അതായത് നോർമൽ ഉത്സവമല്ല, വേറെന്തോ ഉത്സവമാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആക്ച്വലി എനിക്കറിയത്തില്ല. പൊട്ടത്തരം ഞാൻ പറഞ്ഞ് വെറുതെ ചീത്ത കേൾക്കുന്നില്ല. അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അവിടെ എത്തി. നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ ചെന്ന സമയത്ത് അവിടുത്തെ മറ്റേ കസവ് നിലയം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, തൃപ്പൂണിത്തുറ. അപ്പോൾ അവിടുത്തെ ആൾക്കാരാട്ടോ പറഞ്ഞേ ഉത്സവമാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇറങ്ങി. അധികം ഉത്സവമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ സമയത്തെ ആൾക്കാരിനേക്കാളും നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ പാലുക്കുട്ടിൻ്റെ യൂറോ കിഡ്സില്ലേ, അവൾ പഠിക്കുന്ന സ്ഥലം, അതായത് പഠിക്കുകയല്ല, അവിടെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ യൂറോ കിഡ്സിലെ കുട്ടികൾ 91 കുട്ടികളുണ്ട് അത്ര. ടീച്ചർ മെസ്സേജ് അയച്ചു. അപ്പോൾ എന്തെങ്കിലും സ്വീറ്റ്സ് കുട്ടികൾ കൊടുക്കണമല്ലോ. അപ്പോൾ എന്താ ഈ കടയുടെ പേരെന്താ, അജ്വാനിൽ കയറിയിട്ട് ഇവിടെ നിന്ന് നട്ട്സൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ തൂക്കി വാങ്ങിക്കുകയാണ് കേട്ടോ. ചോക്ലേറ്റ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പറയുകയാണ്. അപ്പം കുട്ടികളല്ലേ, അപ്പം അവിടെ പോയിട്ട് കുഞ്ഞുങ്ങൾക്കും മിഠായി കൊണ്ട് കൊടുത്തിട്ട് ആ വഴി പോവാം. അതായത് ഇവിടുന്ന് നേരെ നമ്മൾ സാധനം വാങ്ങിച്ചിട്ട്
നമ്മുടെ വീട്ടിലേക്ക് പോയി അമ്മയെ പിക്ക് ചെയ്ത് അവിടുന്ന് യൂറോ കിഡ്സിൽ പോയിട്ടാണ് നമ്മൾ പിന്നെ വൃദ്ധസദനത്തിലേക്ക് അമ്മമാരെ കാണാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. എല്ലാം വാങ്ങിച്ച് പാക്ക് ചെയ്ത് നമ്മൾ നേരെ കേക്ക് വാങ്ങിക്കണമായിരുന്നു. ആക്ച്വലി നമ്മുടെ കേക്ക് ചെയ്യാൻ നിന്നിരുന്ന ചേച്ചിക്ക് ഒരു അസൗകര്യമായിട്ട് കേക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേക്ക് വാങ്ങിക്കണം. ലാസ്റ്റ് മിനിറ്റിലാണ് പ്ലാൻ ചെയ്തത്. അതെൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു അശ്രദ്ധയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ നമ്മൾ റോയൽ ബേക്കറിയിൽ നിന്ന് 3 കേക്ക് ബാലൻസ് വന്നു, 2 കേക്ക് ബാലൻസ് വന്നു അവസാനം നമുക്ക്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി അമ്മയെ പിക്ക് ചെയ്തു. അമ്മയെ പിക്ക് ചെയ്തിട്ട് നമ്മുടെ പാലുൻ്റെ സ്കൂള് യൂറോ കിഡ്സ് പ്രീ സ്കൂളിൽ നമ്മൾ എത്തി. അപ്പോൾ അമ്മമ്മ കണ്ടിട്ടില്ല. അപ്പോൾ അമ്മമ്മയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മയും കൂടെ നമ്മൾ ഇറക്കി. അപ്പോൾ അവർക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും അമ്മമ്മയും കൂടെ ഇറങ്ങിയിട്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ പിള്ളേരൊക്കെ ഉണ്ട്. നമുക്ക് പിള്ളേരെ ഒന്നും ആക്ച്വലി ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം അവരുടെ പേരൻസും കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിള്ളേരെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എന്നാലും അവിടെ ചെന്നപ്പോഴത്തേക്കും ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ചോക്ലേറ്റ്സ് എല്ലാം വെച്ചിട്ട് പാലുവിനെ ചുറ്റും നിർത്തിയിട്ട് ആഘോഷിച്ചു. ഒരു പിറന്നാളൊക്കെ ബർത്ത്ഡേ വിഷൊക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും കൂടെ ചുറ്റും നിന്നിട്ട് പാലുവിനെ ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ബെല്ലടിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അവരെപ്പോഴും ഡോർ ലോക്കായിരിക്കും, കുഞ്ഞുങ്ങളെല്ലാം ഓടിപ്പോയാലോ. അപ്പോൾ അകത്ത് കയറി നമ്മൾ അവിടുത്തെ മായ ടീച്ചറിന് ചോക്ലേറ്റ്, പാലുവിൻ്റെ ടീച്ചറാണ് കേട്ടോ, മായ മാമന് ചോക്ലേറ്റ് കൊടുത്തു. അപ്പോൾ അവരകത്തേക്ക് വരാൻ പറഞ്ഞു. പാലുവിനെ അവരെടുത്തുകൊണ്ട് പോയിട്ടോ. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പാലുവിനെ അകത്തേക്ക് കൊണ്ടുപോയി. പിന്നെ ഞാൻ, അമ്മമ്മ എല്ലാവരും കൂടെ പുറത്ത് നിന്നിട്ട് കാണുമായിരുന്നു. പിള്ളേരുമായിട്ട് പാലു മിങ്കിൾ ചെയ്യണതൊക്കെ കാണാൻ ഭയങ്കര കൗതുകം തോന്നി. ഇവളെങ്ങനെയാണ് അവരുടെ അടുത്ത് നിൽക്കണേന്നൊക്കെ കാണാനുള്ളൊരാഗ്രഹത്തിൽ നമ്മളവിടെ നിൽക്കായിരുന്നു കേട്ടോ. പിന്നെയാണ് ടീച്ചേഴ്സ് ഞെട്ടിച്ചുകൊണ്ട് ആ ചോക്ലേറ്റ്സ് ഒക്കെ ഒരു ടേബിളിലൊക്കെ ആക്കിയിട്ട് ആ ടേബിളിൽ ചോക്ലേറ്റൊക്കെ ഒരു ട്രേയിൽ വെച്ച് അവളെ ബർത്ത്ഡേ വിഷ് ചെയ്ത് അവൾക്ക് ഒരു എന്താ പറയുക കാർഡും കൊടുത്തു അവർ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ വളർച്ച നമ്മൾ കാണുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. അതായത് ഇപ്പം നമ്മുടെ അമ്മമാർ നമ്മുടെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ ഇമോഷണലാവും. നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇമോഷണലാവും. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയായിരുന്നു എനിക്ക് ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അവളതിങ്ങനെ ചെയ്യുന്നതും അവളവളെ മിങ്കിൾ ചെയ്യുന്നതൊക്കെ കാണുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇമോഷണലായിപ്പോയി. അപ്പം അങ്ങനെ അവളൊരു കൊച്ചിനെ പിടിച്ച് തള്ളി. അതാണ് ഞാൻ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളുടെ പാവാടയെ പിടിച്ചപ്പോഴത്തേക്ക് കൊച്ചിനെ പിടിച്ച് അവൾ തള്ളിയ വിശേഷം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ ഞാൻ മനഃപൂർവ്വം കാണിക്കാത്തതാണ്, അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചാൽ. എന്നാലും ഞാൻ കുറച്ച് നിങ്ങളെ കാണിച്ചു തരാം. ആ മൂലയിൽ നിൽക്കുന്നുണ്ട് പാലു. അപ്പം അച്ഛനെ കുറച്ച് ഷൂട്ട് ചെയ്യാണ്. അവളുടെ ക്ലാസ്സിലെ ബ്രിഡ്ജ് സെക്ഷനിലെ കുട്ടികളാണ്. ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവര് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൊടുക്കുന്നേ ഉള്ളൂ. അവരെടുത്ത് കൊടുക്കുക. ഹായ്. അപ്പം ഞങ്ങൾ പൂർണ്ണത്രയീശ അമ്പലത്തിലൊക്കെ പോയി വന്ന് കഴിഞ്ഞിട്ടൊരു വീഡിയോ എടുക്കണം, എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങാമെന്നാണ് നമ്മൾ വിചാരിച്ചത്.
ആക്ച്വലി. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞപ്പം അവിടുത്തെ അമ്മമാർക്ക് നമ്മൾ ഇനിയും വൈകി കഴിഞ്ഞാൽ നമ്മളെ പോലെയല്ല, അവർക്ക് വിശക്കും. ഓക്കെ, ബൈ ദ വേ ഞാൻ കഴിഞ്ഞ് വന്നതുകൊണ്ട് എല്ലാം നിങ്ങൾ കണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. സോ നമ്മൾ അമ്പലത്തിൽ പോയി വന്നു. പാലുവിൻ്റെ 2 വയസ്സ് 1ാമത്തെ വയസ്സ് പിറന്നാൾ നമ്മൾ നന്നായി തന്നെ ആഘോഷിച്ചു. നിങ്ങളും കണ്ടതാണ്. നമ്മളൊരു എന്താ പറയുക, ഞാൻ എവിടെയെങ്കിലും വെക്കട്ടെ. അപ്പോൾ 1 വയസ്സ് പിറന്നാൾ പാലുവിൻ്റെത് നമ്മൾ ഇരുണ്ടിരിക്കുന്നു, ഭയങ്കര ലൈറ്റ് കൂടിയിട്ട്. അപ്പോൾ 1 വയസ്സ് പിറന്നാൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചായിരുന്നു പാലുവിൻ്റെ. ക്ലാസിക് ഫോർട്ട് വെച്ചിട്ടായിരുന്നു പാലുവിൻ്റെ 1 വയസ്സ് പിറന്നാൾ നമ്മൾ ആഘോഷിച്ചത്. അത് അത്യാവശ്യം നമ്മുടെ കസിൻസിനെയും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാവരും കൂടെ വിളിച്ച് നടത്തിയൊരു വലിയ ഫംഗ്ഷനായിരുന്നു. അപ്പോൾ നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, പൈസയുടെയോ അല്ലെങ്കിൽ സാമ്പത്തികം ചുരുക്കണം എന്നുള്ള രീതി കൊണ്ടല്ല. ഇത് ഇവിടെ വൈകി വന്നൊരു കുഞ്ഞും എല്ലാവർക്കും കാണാനൊരു കൗതുകവും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളൊരു ഫംഗ്ഷൻ പോലെ നമ്മൾ നടത്തിയതാണ്. അല്ലെങ്കിൽ നമുക്കങ്ങനെ ആർഭാടം നമുക്ക് തീരെ താല്പര്യമില്ല, നമ്മുടെ കുടുംബത്തിൽ ആർക്കും താല്പര്യമുള്ളൊരു കാര്യമല്ല അത്. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് അങ്ങനെ നടത്തിയതാണ്. അപ്പോഴല്ല മുമ്പേ നമ്മൾ തീരുമാനിച്ചൊരു കാര്യമാണ്, പാലുവിൻ്റെ 2ാമത്തെ വയസ്സ് പിറന്നാൾ എന്തെങ്കിലും നമുക്കൊന്നില്ല ഒരു അനാഥാലയത്തിൽ അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ നമ്മൾ നടത്തണം എന്നുള്ളത് നമുക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്തു. ലേറ്റ്ലിയാണ് നമുക്ക് ശ്രീ പൂർണ്ണശ്രീ എന്ന് പറഞ്ഞിട്ട് ഈ വൃദ്ധസദനം ഉള്ളത് നമ്മൾ അറിയുന്നത്. കുറേ അന്വേഷണം, നമ്മൾ എന്ത് ചെയ്യണം, അനാഥാലയത്തിൽ ചെയ്യണം, വൃദ്ധസദനം ചെയ്യണം. അനാഥാലയം ആക്ച്വലി ഇത് രണ്ടും നമുക്ക് ഫേസ് ചെയ്യാൻ വയ്യ. നമ്മളൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. പക്ഷെ നമ്മൾ കാരണം അവർ കുറച്ചുകൂടെ നല്ല ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ അവരെ ഒന്ന് പോയി കാണണം എന്നുള്ള സാധനം എൻ്റെ മനസ്സിലില്ല. അതാണ് ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നത്. കാരണം എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണ്. പ്രായമായവരും കുഞ്ഞു കുട്ടികളും ഇതും സങ്കടപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ എനിക്കിത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇവിടെ പോയിട്ട് എനിക്കങ്ങനെ പോയി വന്നിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് എടുക്കാൻ പറ്റിയില്ല, ധൃതിയായിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇതൊക്കെ കാണാനായിട്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യണം. നമുക്കൊരു നല്ല ഓർമ്മകളാണ് ഇതെല്ലാം. അതുകൊണ്ട് നമ്മളിത് ചെയ്യുന്നതാണ്. അപ്പോൾ പാലുവിനും അതിൻ്റെ ഒരു അനുഗ്രഹം കിട്ടട്ടെ, അതാണ് ആഗ്രഹിക്കുന്നത്. അവൾക്കും അതിൻ്റെ ഒരു അനുഗ്രഹം അവളുടെ ജീവിതത്തിൽ അവൾക്കും ഉണ്ടാവണം. നമുക്കൊന്നുമല്ല, അവൾക്കൊരു അനുഗ്രഹം ഉണ്ടാവണം. ഭാവിയിൽ അവൾ വളർന്ന് വലുതാകുമ്പോൾ അവളിതൊക്കെ കണ്ടിട്ട് ഇതുപോലെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും എല്ലാത്തിനുള്ള മനസ്സ് അവൾക്കും ഉണ്ടാവണം എന്നുള്ളത് ഒരു പാഠമാണ് ഇതിനകത്തുനിന്ന്. അപ്പം അതുകൊണ്ട് അതൊക്കെ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു വൃദ്ധസദനത്തിലേക്കാണ്. അല്ലെങ്കിൽ ഒരു കൂട്ടം അമ്മമാർ സന്തോഷമായി, കാരണം അവർക്ക് വീട്ടിൽ സന്തോഷം ഇല്ലാത്തത് കൊണ്ടും അവരെ കൊണ്ട് ആർക്കും സന്തോഷം ഇല്ലാത്തത് കൊണ്ടും ഒക്കെയാണല്ലോ അവരെ വീട്ടിൽ നിന്ന് മാറ്റി ഇവിടെ കൊണ്ട് താമസിപ്പിച്ചെടുക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പറ്റം അമ്മമാർ സന്തോഷമായി ജീവിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ നിങ്ങളെയും കൂടെ കൊണ്ടുപോകണം. നമ്മൾ ആക്ച്വലി ഇതിങ്ങനെ കാണിക്കാനൊന്നും സത്യമായിട്ടും എനിക്കും താല്പര്യമില്ല, അച്ഛനും താല്പര്യമില്ല, അമ്മയ്ക്കും താല്പര്യമില്ല. പക്ഷേ ഇത് കണ്ടിട്ട് അവർക്ക് ആക്ച്വലി ഇതിനൊക്കെ ആവശ്യമാണ് അല്ലേ? നമ്മളൊരു സ്ഥാപനം നടത്തുവാണെങ്കിൽ അതിനെ കുറച്ച് ഡോണേഴ്സിനെ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ? അപ്പം എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞ വീഡിയോ ഇടുമ്പോഴും എനിക്ക് ആരും നിങ്ങൾ നല്ലതാണ് ചെയ്തത് അങ്ങനെ ഒരു കമൻറ്റ് ഒന്നും വേണ്ട, ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സത്യമായിട്ടില്ല, മനസ്സറിഞ്ഞ് പൂർണ്ണത്രേശ്വര മണ്ണിൽ നിന്ന് പറയാം, അതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും അവിടെ സഹായിക്കാനോ, എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പൈസ അയച്ചു കൊടുക്കുകയോ സഹായിക്കാനോ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞാൽ സത്യം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ചെയ്തൊരു വലിയ കാര്യം. അങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്തിടാനാണ് എനിക്ക് താല്പര്യം. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ. ഒരുപാടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, അവിടെ നിന്ന് അവർ തന്നെ നമുക്ക് എടുത്തു തന്ന കുറച്ച് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് അമ്മമാരുടെ വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് വരും.
കുഴപ്പമൊന്നുമില്ല. ആര്യ കട്ടി ആര്യ കട്ടി ദീതി കട്ടി. മതി 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 മതി. അല്ല ഞാൻ അവർക്ക് കട്ട് ചെയ്ത് കൊടുത്താലോ? മുറിച്ച മുറിച്ച അത് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്യുക. പാലുവിനെ ഇല്ല പാലു ഷുഗറൊക്കെ ആയിരിക്കും അല്ലേ? ഷുഗറൊക്കെ ഉണ്ടല്ലേ? എന്നോട് ചോദിക്കാൻ മതിയോ? അരി ഇവിടെ 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 ഷുഗറില്ലാന്നല്ലേ? എന്തോ അയ്യോ അത് ഇനി വേണ്ട, നിങ്ങൾ വേണോ ഉണ്ടാക്കും? വേണ്ട ഇവിടെ അടുത്തല്ലേ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ എനിക്കേറ്റവും ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൊട്ടുമില്ല കുഴലുമില്ല നെഞ്ചിൽ തുടിക്കും ഇടക്കേരൻ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. കൊട്ടുമില്ല കുഴലുമില്ല നെഞ്ചിൽ തുടിക്കും ഇടക്കേരൻ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. സുന്ദരമേഘച്ചാത്തെല്ലാം അഴിച്ചു നീ നിൻ തിരുമേശ
ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ അതുപോലെ ഉത്തരം സ്പഷ്ടം. നീ പാടുവാടേ മിഠായി വള്ളി ചുറ്റി പിടിച്ചത് പാടുന്നുണ്ടോ? എല്ലാവരും ഒരു പാട്ട് ശരിക്കും പഠിക്കും. ൂതുമ്പോൾ ചെകുമ്പളേ നിന്നെ ഓമവരും സർവരും മലമഴിഞ്ഞേറിയുമ്പോ പിള്ളക്കുറി ചെനിപ്പോമവരൂ സൗന്ദരേ വാസുദേവ വെള്ളം വീട്ടില്ല കേട്ടോ. പാത്രം ചെറുണ്ടെണ്ണ പണിയുണ്ട് അവിടെ അകത്തുണ്ട് അകത്തുണ്ട് സൗമ്യ ചേട്ടാ ഇരിക്കോ? അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ആകെ ടയേർഡായി. പക്ഷെ അങ്ങനെ ടയേർഡ് ആവാൻ മാത്രം നമ്മുടെ ഭാഗത്തു നിന്നൊരു മെനക്കേടും കാര്യങ്ങളൊന്നുമില്ല. അവർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നു. നിങ്ങളെല്ലാം കണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാലുവിൻ്റെ പിറന്നാൾ നടത്തുന്നതിനേക്കാളും വി ആർ വെരി 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 ഹാപ്പി. നമുക്ക് എന്താ പറയുക, എല്ലാം കൊണ്ടും മനസ്സിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ എനിക്കത് പറഞ്ഞ് നശിപ്പിക്കാൻ താല്പര്യമില്ല. ബട്ട് സ്റ്റിൽ വി ആർ വെരി ഹാപ്പി. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പിന്നെ ഈ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചയൊക്കെയല്ലേ, ഇപ്പോഴത്തെ ചൂട് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ടയേർഡ്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്.
എന്തായാലും വളരെ സന്തോഷത്തിലാണ്. അമ്മമ്മ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി പല്ലുവേദന എടുത്തിട്ടിരിക്കുകയാണ്. പാലുവിന് അമ്മ ഒരു കളിക്കുന്ന സാധനം വാങ്ങിച്ചു. ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടു കാണുമല്ലോ നിങ്ങൾ, കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ അവിടെ അതിനകത്ത് ഓരോ കളേഴ്സ് നമ്മൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പർപ്പിൾ ഉണ്ട്. പാലു എങ്ങനെയുണ്ടത് കളിച്ചിട്ട്? അവിടേക്ക് പോയപ്പോഴത്തേക്കും ഡ്രസ്സ് മാറിയതാട്ടോ. അമ്പലത്തിൽ പോയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പട്ടുപാടയായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ ആ ഡ്രസ്സ് മാറിയിട്ട് പിന്നെ ഫ്രോക്കാക്കി. പാലു ഒന്നൊന്ന് ഇവിടെ വന്നിട്ട് പോവോ? ആ വരുന്നുണ്ട് ഗൈസ്. ഹായ് പാലുവിൻ്റെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? പാലു നിന്റെ പിറന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നോ? പാലു ഭയങ്കര തകൃതിയായിട്ട് കളിച്ചോണ്ടിരിക്കുക കേട്ടോ. അത് വലുതെടുക്ക്. അത് ചെറുതല്ലേ? നോ ദാറ്റ് ഇസ് സ്മോൾ. യു ഷുഡ് ടേക്ക് ബിഗ് വൺ. പാലു ദാറ്റ് ഇസ് കറക്റ്റ്. ദാറ്റ് ബ്ലൂ ഇസ് കറക്റ്റ്. ബ്ലൂ ഇട്ടോ? ആ അതാ പറഞ്ഞ ബ്ലൂ കറക്റ്റാ. പാലു ബ്ലൂ കഴിഞ്ഞ് യെല്ലോ എടുത്തോണ്ട് വാ. അത് വെച്ച് പാലു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ഛൻ താഴോ കാർവിറ്റിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയി. അമ്മ ഡ്രസ്സ് മാറുകയാണ്. എല്ലാവരോടും വന്നിട്ട് ഒരുമിച്ച് ഒരു ബൈ പറയാം. അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാകും. സോ എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ കാണിക്കുന്നത് ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇനിയും ഇത് കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നുവാണെങ്കിൽ എന്തായാലും ദിസ് കൈൻഡ് ഓഫ് ട്രസ്റ്റ് ഇസ് ആക്ച്വലി എന്താ പറയുക, സീക്കിംഗ് ഹെൽപ്പ് ഫ്രം ഡോണേഴ്സ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് എനിക്കവിടെ തോന്നുന്നത്. ഞാൻ വിചാരിച്ച അവിടെ ചെന്ന് ഞാൻ കരഞ്ഞ് നശിപ്പിക്കുന്നതാണ്. പക്ഷേ ഞാൻ പിടിച്ച് നിൽക്കുമായിരുന്നു. ഞാൻ എന്താ പറയുക, നമ്മൾ കരയുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവും. കാരണം അവിടെ അവരുടെ കുറേ അമ്മമാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവരുടെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുമായിരുന്നു. സങ്കടമാവും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതൽ നമ്മൾ ഇമോഷണലായി കഴിഞ്ഞാൽ അവരതിനേക്കാളും ഇമോഷണലാകും. അവരിപ്പോൾ എല്ലാവരുടെയും കൂടെ സന്തോഷമായിട്ടൊക്കെ തന്നെ ഇരിക്കും. സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷമൊന്നും ഉണ്ടാവില്ല. അവരങ്ങനെ ജീവിച്ച് തീർക്കണ്ടേ കിട്ടിയ ജീവിതം എന്ന് വിചാരിച്ചായിരിക്കും അവരിയ്ക്കുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മളും കൂടെ ചെന്നിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് എന്നോട് പാട്ടൊക്കെ പാടാൻ പറഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന പാട്ടുകളെല്ലാം പറയും മെലഡി ഇമോഷണൽ പാട്ടുകളൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനൊന്നും പാടാതെ ഭക്തിഗാനം, രാധതൻ പ്രേമത്താടാണോ കൃഷ്ണ, അങ്ങനത്തെ കുറേ പാട്ടുകളൊക്കെ പാടിയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ കരച്ചിലും ബഹളമൊക്കെ ആവും. എന്തായാലും ഭയങ്കര സന്തോഷമായി. പാലുവിന് അതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് എന്തായാലും കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അത്രയും മതി, വേറെ ഒന്നും നമുക്ക് വേണ്ട. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇവിടെ ഉള്ളവരാണെങ്കിലൊക്കെ ചെയ്യട്ടോ. അങ്ങനെ ചെയ്യുക. അപ്പം അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ പല